പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 6 വെള്ളി. പ്രധാന വാർത്തകൾ. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു വന്ന 4 ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മത്ര, സീബ്, ബൗഷർ വിലായത്തുകളിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലാണ് പരിശോധന നടന്നത്. 247 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ചെറുതും വലുതുമായ 45 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ചില കേസുകളിൽ പിഴയും ചുമത്തി. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടിയുണ്ട്. പരിശോധനയിൽ 70 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തു. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനകളും നടപടികളും തുടരുമെന്ന് മസ്കത്ത് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിലെ വൻകിട കോർപ്പറേറ്റുകൾ മുതൽ ചെറുകിട മൈക്രോ എന്റർപ്രൈസസുകൾ വരെ സ്ഥാപനങ്ങളിൽ വേതന സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ ശക്തമാക്കി. തൊഴിൽ മന്ത്രാലയം WPS-ൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തിയ 1,86,817 സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം SMS വഴി മുന്നറിയിപ്പ് സന്ദേശം അറിയിച്ചു. വലിയ വീഴ്ചകളുണ്ടാക്കിയ 57,396 സ്ഥാപനങ്ങൾക്ക് നേരിട്ടും മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുകളുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. WPS വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീട് പിഴ ചുമത്തും. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. തൊഴിലാളികളുടെ വേതനം നിശ്ചിത തീയതിയുടെ 7 ദിവസത്തിനുള്ളിൽ ബാങ്കുകളിലേക്ക് മാറ്റാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. തൊഴിലാളികളുടെ വേതനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ WPS-ലൂടെ തൊഴിലാളികളുടെ വേതനം കൈമാറ്റം ചെയ്യുന്നതിൽ നിന്ന് തൊഴിലുടമയെ ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള തൊഴിൽ തർക്കവും അത് തൊഴിലാളിയുടെ ജോലി നിർത്തുന്നതിന് കാരണമാകൽ, നിയമപരമായ സാധുതയില്ലാതെ തൊഴിലാളി സ്വമേധയാ ജോലി ഉപേക്ഷിക്കുക, ജോലി ആരംഭിച്ച തീയതി മുതൽ 30 ദിവസം പൂർത്തിയാക്കാത്ത പുതിയ തൊഴിലാളികൾ, ശമ്പളമില്ലാതെ അവധിയിൽ കഴിയുന്ന തൊഴിലാളികൾ എന്നീ ഘട്ടങ്ങളാണിവ. തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കൃത്യമായ ഡാറ്റാബേസ് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സുപ്രധാന ഘടകമായി WPS-നെ കണക്കാക്കുന്നു. ഈ സംവിധാനം സുസ്ഥിരമായ തൊഴിലുടമ-തൊഴിലാളി ബന്ധം പ്രോത്സാഹിപ്പിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. കഴിഞ്ഞ വർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് 24,000 പരാതികളാണ് മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇതിൽ 13,000 പരാതികളും വേതനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിനെതിരെ അധികൃതർ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേതന സുരക്ഷാ സംവിധാനം പ്രാബല്യത്തിൽ വന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ശമ്പള വിതരണം കൂടുതൽ കൃത്യത വന്നിട്ടുണ്ട്. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന തുടർന്ന് മന്ത്രാലയം. ധോഫാർ ഗവർണറേറ്റിൽ ഓഗസ്റ്റ് മാസത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ 535 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ പരിശോധന തുടരുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു.
തൊഴിലുടമയിൽ നിന്നും മാറി മറ്റു ജോലികൾ ചെയ്ത 339 പേർ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുവദനീയമല്ലാത്ത പ്രൊഫഷനുകളിൽ ജോലി ചെയ്ത 196 പേർ, 24 ക്ലർക്കുമാർ, 21 ക്യാഷ്യർമാർ, ഉപഭോക്തൃ മാളുകളിൽ വിൽപ്പന നടത്തിയ 20 പേർ, 17 ടിക്കറ്റ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടെ അറസ്റ്റിലായവരിൽ പെടുന്നു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതി ഇല്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. പ്രത്യേക സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പിടിക്കപ്പെട്ടാൽ തൊഴിൽ താമസ നിയമ ലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുകയും സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയുമാണ് ലക്ഷ്യമെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തെക്കൻ ബത്തിന ഗവർണറേറ്റിലെ ബർഖ വിലായത്തിൽ സ്വകാര്യ കമ്പനിയുടെ വെയർഹൗസിൽ മോഷണം. കഴിഞ്ഞ ദിവസമാണ് വെയർഹൗസിൽ കടന്ന് 4 അംഗ സംഘം മോഷണം നടത്തിയത്. പ്രതികളെ പിടികൂടിയതായും ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. എയർ കേരളയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയർ മുൻ ഡയറക്ടർ ഹരീഷ് കുട്ടിയെ നിയമിച്ചു. വ്യോമയാന മേഖലയിൽ 35 വർഷം പരിചയമുള്ള ഇദ്ദേഹം സലാം എയർ റവന്യൂ ഡയറക്ടർ ആയിട്ടാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. നേരത്തെ എയർ അറേബ്യ, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ നിരവധി വിമാന കമ്പനികളിലും സേവനം ചെയ്തിട്ടുണ്ട്. എയർവേസ് സ്റ്റാർട്ടപ്പ് ടീമുകളിൽ പ്രധാനിയായിരുന്നു. സലാം എയറിൽ റവന്യൂ ആൻഡ് നെറ്റ്വർക്ക് പ്ലാനിംഗ് ഡയറക്ടറായിരുന്ന ഇദ്ദേഹം കോവിഡ് വെല്ലുവിളികൾക്കിടയിലും കമ്പനിയെ ഉയരങ്ങളിലെത്തിച്ചു. ഹരീഷ് കുട്ടിയുടെ നിയമനം എയർ കേരളയുടെ വളർച്ചയ്ക്കും ഇന്ത്യയിലെ മുൻനിര വിമാന കമ്പനിയാക്കി മാറ്റാനും വഴിയൊരുക്കുമെന്ന് കരുതുന്നതായി അധികൃതർ പറഞ്ഞു. 2025 ആദ്യപാദത്തിൽ 3 വിമാനങ്ങൾ ഉപയോഗിച്ച് ഡൊമസ്റ്റിക് സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം. തുടർന്നാണ് സെക്ടറുകളിൽ ഉൾപ്പെടെ രാജ്യാന്തര സർവീസുകൾക്ക് തുടക്കം കുറിക്കുക. അൽ ഖുവൈർ സ്ക്വയർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മസ്കത്ത് നഗരസഭയുടെ കീഴിൽ ജിൻഡാർ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പാക്കുന്ന പദ്ധതി വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന വ്യത്യസ്ത സോണുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത്. ഓരോ മലയാളികളുടെയും ഗതകാല സ്മരണയിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളിൽ ഒന്നാണ് ഓണം. പ്രായവ്യത്യാസമില്ലാതെ ആഘോഷമായി കൊണ്ടാടുന്ന ഓണവരവിനായി പ്രവാസ ലോകത്തും ആവേശത്തോടെയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഓണവരവ് അറിയിച്ചുകൊണ്ട് അത്തം വരവായതോടെ ചിട്ടയായ ഓണപരിപാടികൾക്ക് തുടക്കമായി. അത്തം 10 പൊന്നോണം എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അത്തം എത്തിയത്. ഇനി 10 നാൾ കുട്ടികൾക്കും മുതിർന്നവർക്കും സന്തോഷ ദിനങ്ങളാണ്. നാട്ടിലെ തൊടിയിലും പറമ്പിലും ഇടവഴിയിലും വയലിലും കിണർക്കരയിലും ചെന്ന് തുമ്പയും ചെത്തിയും മുക്കുറ്റിയും മന്ദാരവും ചെമ്പകവും മുല്ലയും നമ്പ്യാർ വട്ടവും കനകാംബരവും തേടി നടന്ന കുട്ടിക്കാലം ഓർത്തെടുക്കാത്തവർ വിരളം. സ്കൂൾ ഓണാവധി ആരംഭിച്ചാൽ തറവാടുകളിൽ ബന്ധുക്കൾ വന്നു ചേരുന്ന ആഘോഷകാലം. ഓർമ്മയുടെ മറ്റൊരു ഓണക്കാലം കൂടി വരവായതോടെ പ്രവാസ നാട്ടിലും പൂവിളിയും ഓണ ഒരുക്കങ്ങളും തകൃതിയാണ്. ഫ്ളാറ്റിന്റെ മുന്നിലും താമസിക്കുന്ന വില്ലയുടെ മുറ്റത്തും പൂക്കളം തീർക്കാറുണ്ട്. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.